كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم ونفسي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് മൻഹജു സലഫിനെ സംബന്ധിച്ച എന്താണ് നമ്മുടെ മൻഹജ്, നമ്മുടെ ദീൻ എന്താണ്. അതിനെ നാം ആവർത്തിച്ച് പറഞ്ഞത് ഖുർആനും സുന്നത്തും ഇത് രണ്ടും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, സഹാബാക്കൾ എങ്ങനെയാണോ അതിനെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത്, അത് അതേ രൂപത്തിൽ പിൻപറ്റുക, സ്വീകരിക്കുക. അതാണ് നമ്മുടെ മൻഹജ്. ആ സലഫി മൻഹജിൽ നിന്നും തെറ്റിപ്പോയ ഒരു വിഭാഗമാണ് അഹ്ലുൽ ഖുർആൻ എന്ന് പറയും. നമ്മുടെ ഈ ഭാഗത്ത് ധാരാളം അവരുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അവർക്ക് ഹദീസില്ല, ഖുർആന്റെ ആൾക്കാർ. മംഗലാപുരം ഭാഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവർ മൻഹജിൽ നിന്നും തെറ്റിയവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ, എൻ്റെ സമുദായത്തിൽ വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ യൂശികു റജുലുൻ ശബആൻ അലാ അരീകതിഹി. നിങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു വരും, നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നല്ല ചാരുകസേരയിൽ ചാരി ഇരുന്ന്, യഖൂലു, അവൻ പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, ദാ നിങ്ങൾ ഈ ഖുർആനെ മുറുകെ പിടിക്കുക. അത് കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർ പറയും ഹക്കാണ് പറയുന്നത്, ദാ ഖുർആനെ മുറുകെ പിടിക്കാനാണ് പറയുന്നത്. സാധാരണക്കാർക്ക് അവർ ഹക്കിലാണെന്ന് തോന്നും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ പറയും, ദാ നിങ്ങൾ ഈ ഖുർആനെ മുറുകെ പിടിച്ചു. ഫമാ വജദ്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂഹു. ആ ഖുർആനിൽ എന്താണോ നിങ്ങൾ ഹലാലായിട്ട് കാണുന്നത്, അതിനെ നിങ്ങൾ ഹലാലായി സ്വീകരിക്കുക. വമാ വജദ്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർരിമൂഹു. ആ ഖുർആനിൽ ഹറാമായിട്ട് എന്തിനാണോ നിങ്ങൾ കാണുന്നത്, അതിനെ നിങ്ങൾ ഹറാമായി സ്വീകരിക്കുക. കേൾക്കുമ്പോൾ ഹക്കാണെന്ന് തോന്നും, അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ അത് ശരിയാണ്, ഇതാണ് ശരിയെന്ന് തോന്നും. പക്ഷെ പൂർണ്ണമായിട്ടും ഹദീസിനെ നിഷേധിക്കുന്നവരാണവർ, ഹദീസിനെ മാറ്റിവെക്കുന്നവരാണവർ. അവർക്ക് ഖുർആനാണ് ദീൻ, ഖുർആൻ മാത്രം. അങ്ങനെയില്ല, ഖുർആനും ഹദീസും ഒരേപോലെ അംഗീകരിക്കണം. കാരണം ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ദീനിന്റെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ
അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. റസൂലിന്റെ സ്വയം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയിട്ട് ഗണനിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതാണ്. ആ ഹദീസിന്റെ റിവായത്തിൽ അവസാന ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഹറാമാക്കുന്നത്, നിഷിദ്ധമാക്കുന്നത്, അത് അള്ളാഹു ഹറാമാക്കിയത് പോലെയാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയത് പോലെയാണ്. അഥവാ ഖുർആനും ഹദീസും നാം ഒരേപോലെ സ്വീകരിക്കണം. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലാ ഉൽഫിയന്ന അഹദകും മുത്തകിഅൻ അലാ അരീകതിഹി, എൻ്റെ സമുദായത്തിൽ നിങ്ങൾ ചാരു കസേരയിൽ ചാരിയിരിക്കുന്നവരായിട്ട് ഞാൻ നിങ്ങളെ കാണാതിരിക്കട്ടെ. യഅ്തീഹിൽ അംറു മിൻ അംരി മിമ്മ അമർതു ബിഹി, ഞാൻ കൽപ്പിച്ചൊരു കാര്യം അഥവാ എൻ്റെ ഒരു ഹദീസ് അവൻ്റെ അടുക്കലേക്ക് എത്തും. പക്ഷെ അവൻ പറയും, അല്ലെങ്കിൽ ഔ നഹൈതു അൻഹു, ഞാൻ നിരോധിച്ചൊരു കാര്യം അവൻ്റെ അടുക്കൽ പറയപ്പെടും, ഇത് റസൂല് നിരോധിച്ചതാണ്, അല്ലെങ്കിൽ ഇത് റസൂല് കൽപ്പിച്ച കാര്യമാണ്. അവൻ്റെ മുമ്പിൽ അങ്ങനെ പറയപ്പെടുമ്പോൾ അവൻ പറയും, ഫയഖൂലു ലാ നദ്രി, അത് നമുക്കറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, ഹദീസ് എന്താണോ അത് നമുക്കറിയില്ല, നമ്മളത് സ്വീകരിക്കൂല. എന്താണോ അള്ളാഹുവിൻ്റെ കിതാബിലുള്ളത് അതാണ് നാം സ്വീകരിക്കുന്നത്. അതാണ് അഹ്ലുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. പുറമെ കാണുന്നവർക്ക് ഹക്കിലാണെന്ന് തോന്നും, പക്ഷെ അവർ ബാത്തിലാണ്. അവർ ഹദീസിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നവരാണ്, ഖുർആനെ തന്നെ നിഷേധിക്കുന്നവരാണ്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഖുർആനാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവരുന്നത്, ശരീഅത്തായിട്ട് ദീനായിട്ട് നിങ്ങളോട് എന്താണോ പറയുന്നത്, ഫഖുദൂഹു, നിങ്ങളത് സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ നിങ്ങളോട് നിരോധിക്കുന്നത്, വിലക്കുന്നത്, അത് നിങ്ങൾ നിരോധനമായിട്ട് സ്വീകരിക്കുക. ഖുർആൻ. അപ്പോൾ ഈ അഹ്ലുൽ ഖുർആന്റെ ആൾക്കാർ, ഖുർആന്റെ ആളെന്ന് പറയുന്നവർ തന്നെ ഖുർആനെതിരാണ്. അവർ ഖുർആൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. മാത്രമല്ല ഹദീസിനെ മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ ഒരു മുഅ്മിനെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആൻ, ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന ഈ ഖുർആൻ, ആരാ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആനിന്റെ ആരംഭമെന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ സൂറത്ത് ബഖറയാണ് ആരാ പഠിപ്പിച്ച? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാലോ ആദ്യമായിട്ട് ഇറങ്ങിയ വഹ്യത സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖിന്റെ ആദ്യ 5 ആയത്തുകളാണ് അവതരിച്ചത് ആദ്യം. പക്ഷെ നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ ഖുർആൻ ആ തർത്തീബിൽ സഹാബത്തിനെ പഠിപ്പിച്ചത്. ഓരോ ആയത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇറങ്ങിയത്. അവസാനം ഇറങ്ങിയ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. സൂറത്തുൽ മാഇദയിലാണ് ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കാണുന്ന ഖുർആനിന്റെ തർത്തീബ്, സൂറത്തിന്റെ ക്രമം, അതുപോലെ തന്നെ ആയത്തിന്റെ ക്രമം, അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഹദീസിലല്ലാതെ അത് കിട്ടൂല. അപ്പൊ ഹദീസിനൊക്കെ മാറ്റിവെച്ച് ഖുർആന്റെ ആൾക്കാരായിട്ട് ചമയുന്ന ആൾക്കാർ, അവർ ഏത് ഖുർആനായി സ്വീകരിക്കുന്നത്? ഹദീസ് ഇല്ലാതെ എന്ത് ഖുർആൻ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഖുർആനാണ്. വഅൻസൽനാ ഇലൈക الذിക്റ, പ്രവാചകനെ നാം താങ്കൾക്ക് ദിക്റിനെ അവതരിപ്പിച്ചു. ആ ദിക്ർ ഹദീസാണ്, അഥവാ ഹദീസ് വഹ്യാണ്. എന്തിനാണ് ഹദീസ്? ലിതുബയ്യിന ലിന്നാസി, താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മാ നുസ്സില ഇലൈഹിം, നാം അവരിലേക്ക് അവതരിപ്പിച്ച ഖുർആനെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി താങ്കൾക്ക് നാം ദിക്റിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അഥവാ ഖുർആനും വഹ്യാണ്, ഹദീസും വഹ്യാണ്. ഹദീസ് എന്തിനുള്ളതാണ്? ഖുർആന്റെ വിശദീകരണത്തിനുള്ളതാണ്. ഈ 2 ആയത്തുകളും വെച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് തിരിയും എന്തിനാണ് അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾക്കാരെന്ന് പറയുന്നവർ ഹദീസിനെ മാറ്റിവെക്കുന്നത്. കാരണം
ഹദീസിനെ മാറ്റിവെച്ചാൽ, ഹദീസിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിച്ചാൽ ഖുർആന്റെ ആയത്ത് അവർക്ക് എവിടെയും ഓതാം. അവരൊരു കാര്യമുണ്ടാക്കുന്നു, ഖുർആന്റെ ആയത്ത് ഓതുന്നു, അർത്ഥം അവരുടെ വക. അതാണ് മൻഹജ് സലഫിൽ നിന്നും തെറ്റിയവരെന്ന് പറയാൻ കാരണം. ഹദീസ് ഇല്ലാതെ ഖുർആന്റെ ആയത്ത് ഒരാൾ ഓതി അതിനൊരർത്ഥം വെച്ചു. ഹദീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഹദീസാണ് ഖുർആന്റെ വിശദീകരണം സ്വീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവന് തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന കാര്യം വിശദീകരണമായിട്ട് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടായിത്തീരും, ഹദീസിനെ സ്വീകരിക്കാതിരുന്നാൽ. അതാണ് അവരുടെ ലക്ഷ്യം. അഥവാ അവരുണ്ടാക്കുന്ന വിശ്വാസ കാര്യങ്ങൾ, അവരുണ്ടാക്കുന്ന ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പറയുകയും അതിന് തെളിവായിട്ട് ആയത്തോതുകയും ചെയ്യും. അർത്ഥം അവരുടെ വക, കാരണം അവർക്ക് ഹദീസില്ല. പക്ഷെ ഹദീസ് സ്വീകരിക്കുന്നവരോ ആയത്തോതും അതിനെ വിശദീകരിക്കാൻ അതിൻ്റെ പിൻഫലമായിട്ട് ഹദീസുകൾ പറയും. അവരുടെ വിശദീകരണം ഹദീസാണ്. അതാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനം. അപ്പം അഹ്ലുൽ ഖുർആന്റെ ആൾക്കാരെന്ന് പറയുന്നവർ ബാത്തിലാണ്. നമ്മുടെ മംഗലാരം ഭാഗത്ത് നല്ലോണം അവരുണ്ട്. അവർക്ക് വാട്സാപ്പിലൊക്കെ കുറെ ഗ്രൂപ്പുകളുണ്ട്, ചർച്ചകൾ നല്ലോണം നടക്കുന്നുണ്ട്. സൂക്ഷിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അറിവില്ലാതെ ചെന്ന് പെടരുത്. നമ്മുടെ മൻഹജ് നാം മുറുകെ പിടിക്കണം. നമ്മുടെ മൻഹജ് എന്താണെന്ന് നാം അറിയണം, മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവർ തെറ്റിലാണെന്നും നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് നാം ഹക്കിലാണ് എന്നും നാം മനസ്സിലാക്കണം. അതാണ് ഈ കാര്യങ്ങളൊക്കെ ഖുതുബയിൽ സൂചിപ്പിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, സയഅതി നാസുൻ യുജാദിലൂനകും ബിശുബഹാത്തിൽ ഖുർആൻ. ജനങ്ങളിലേക്ക് പിന്നീട് ഒരു വിഭാഗം ആൾക്കാർ വരും. അവർ ഖുർആനിന്റെ മനസ്സിലാകാത്ത ചില ആയാത്തുകൾ അവർ കൊണ്ട് ജനങ്ങളോട് അവർ തർക്കിക്കും. ഖുർആന്റെ ആയാത്തുകൾ പറഞ്ഞ് ജനങ്ങളോട് അവർ തർക്കിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സമയം ഫഖുദൂഹും ബിസ്സുനൻ, നിങ്ങൾ അവരെ നേരിടേണ്ടത് റസൂലിന്റെ ഹദീസ് വെച്ചുകൊണ്ടാണ്. കാരണം ഖുർആന്റെ അർത്ഥം അതല്ല, അത് വിശദീകരിക്കേണ്ടത് ഹദീസുകളാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്ന അസ്ഹാബസ് സുനനി അഅലമു ബികിതാബില്ലാഹ്, ഹദീസിന്റെ ആൾക്കാരാണ് ഖുർആന്റെ അർത്ഥം ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവർ. കാരണം ഖുർആൻ അല്ല, ഹദീസ് ഖുർആന്റെ വിശദീകരണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആനും ഹദീസും രണ്ടും ഒരേപോലെ സ്വീകരിക്കണം. ആ രണ്ടും മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കേണ്ടതും സഹാബാക്കൾ കാണിച്ചെന്നതുപോലെ. അതാണ് മൻഹജു സലഫ്. ഇനി വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവർ. അവരെയും പണ്ഡിതന്മാർ ഹദീസ് നിഷേധികളുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ദീൻ ബുദ്ധിക്ക് യോജിച്ചതല്ല. അള്ളാഹു എന്താണോ പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറയുന്നത്, അതാണ് നമ്മുടെ ദീൻ. നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് ആക്കുകയാണെങ്കിൽ പല രീതിയിൽ തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടും. പക്ഷെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഒരു പോറലും ഏൽക്കാതെ സ്ഥിരപ്പെട്ടതാണ് ദീൻ. കാരണം അത് അള്ളാന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഒരാൾക്കാരായിട്ട് സംസാരിക്കാനിടയായി. ആദ്യം പറഞ്ഞ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം അത് നമുക്ക് ശിഫയാണ്, രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. സംസം വെള്ളം ഏത് നീയത്തിലാണോ നാം കുടിക്കുന്നത് അത് അവനുണ്ട്, അവൻ നീയത്ത് ചെയ്തത് അവനുണ്ട്. സഹീഹായ ഹദീസാണ്. ഒരാൾ പറയാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കഴിയില്ല, എൻ്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല. കാരണം സാധാരണ ഒരു വെള്ളം അതിന് കുറെ ശ്രേഷ്ഠതയും ഫضലും, അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. സംസം വെള്ളം എല്ലാ രോഗത്തിനും ശിഫയാണെങ്കിൽ, രോഗത്തെ ശമനത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാർ ചീട്ട് എഴുതി കൊടുക്കുന്നില്ല, മരുന്നിന്റെ പകരം സംസം വെള്ളം എഴുതി കൊടുക്കുന്നില്ല? ഓന്റെ ബുദ്ധിയിൽ ചിന്തിച്ചതാണോ? ഓൻ ആ ഹദീസിനെ മാറ്റാൻ, അത് ഹദീസ് ശരിയല്ല, ഞാൻ അംഗീകരിക്കൂല എന്ന് പറയാൻ, ഓൻ പറയാനത് മാനദണ്ഡമാക്കിയത് ഈ കാലഘട്ടത്തിലെ ഹോസ്പിറ്റൽ ഡോക്ടർമാര് ഒരു രോഗി വന്നാൽ ആ രോഗിക്ക് എന്തുകൊണ്ട് മരുന്നായിട്ട് സംസം വെള്ളം എഴുതി കൊടുക്കുന്നില്ല? ഓന്റെ ബുദ്ധി ചിന്തിക്കുക. അപ്പൊ തിരിച്ചോനോട് ചോദിക്കാനൊരു ചോദ്യം, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തേനിൽ ശിഫ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തേനിൽ ശിഫ ഉണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഓൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചു ചോദിക്കുക, എന്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ നിന്നും വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്നും ക്യാൻസർ പോലത്തെ വലിയ രോഗങ്ങൾക്ക് ഡോക്ടർമാർ തേന് മരുന്നായി എഴുതി കൊടുക്കുന്നില്ല?
ഖുർആൻ നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ഖുർആനുള്ള കാര്യം ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിലും യോജിച്ചതാണെങ്കിലും അത് അംഗീകരിക്കുന്നു. പക്ഷെ ഹദീസിലുള്ള കാര്യം എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. അവിടെ രോഗം ഹദീസിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ അവൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തതല്ല പ്രശ്നം. സംസം വെള്ളത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഫയുണ്ടെന്ന് പറഞ്ഞു. ഖുർആനിൽ അള്ളാഹു തേനിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞു. രണ്ടും ഒരേപോലെ ഒരു മുവഹിദ് അംഗീകരിക്കണം, എന്നാലും ഒരു മുസ്ലിം ആവും. ഒന്നിനെ അംഗീകരിച്ചു ഒന്ന് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അത് അവന്റെ മനസ്സിനാണ് രോഗം, അവന്റെ ബുദ്ധിക്കല്ല. രണ്ടാമത്തത് പറയാണ് ദജ്ജാലിനെ സംബന്ധിച്ചുള്ള ഹദീസ് സഹീഹായ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ അവസാന കാലഘട്ടത്തിൽ വരും. അവൻ ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ കൊല്ലും, മരിപ്പിക്കും, എന്നിട്ട് അവനെ വീണ്ടും ജീവിപ്പിക്കും. അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ജീവിപ്പിക്കലും മരിപ്പിക്കലും അള്ളാഹു മാത്രാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഹദീസ് സ്വീകരിക്കൂല. ഓന്റെ ചിന്തയാണ്, ഓൻ കണ്ടുപിടിച്ച കാര്യമാണ്. അത് കേൾക്കുന്ന ഒരാൾക്ക് എന്ത് തോന്നും? വലിയ ഹക്കാണ് പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത്. ജീവിപ്പിക്കാനും മരിപ്പിക്കാനും അള്ളാഹുവിന് മാത്രമാണ് കഴിവുള്ളത്. സഹോദരന്മാരെ, ഇപ്പൊ തിരിച്ചോനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താണ്? രോഗം ശമിപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും, രണ്ടിനും ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്നു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അത് നീ നിഷേധിക്കോ? ഇല്ല, കാരണം അത് ഖുർആനാണ്, ഇത് ഹദീസാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാം മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അനുവാദപ്രകാരമാണ്. അള്ളാഹുവിന്റെ അനുവാദമാണ്, അള്ളാഹുവിന്റെ ആണ് ഖുവ്വത്ത്, ഖാദിർ അള്ളാഹുവാണ്. അതേപോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ചും പറഞ്ഞത്. അത് ആ രീതിയിൽ മനസ്സിലാക്കിയാൽ ഒരു വൈരുദ്ധ്യവുമില്ല. പക്ഷെ ഇവന്റെ സൂക്കേട് ഹദീസിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ നാം കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ പഠിക്കണം, അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഒരുപാട് ആൾക്കാരുണ്ട്, അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഇപ്പൊ സിഹർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ? ഉഹദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറെ അപകടങ്ങൾ പറ്റി, മുറിവേറ്റല്ലോ ശരീരത്തിൽ. അതൊക്കെ പിന്നെ എന്തിനാ? റസൂലിന് സിഹർ ഏറ്റ് എല്ലാവരും കൊന്നാ പോലെ. അവന്റെ ചോദ്യം, അവന്റെ ബുദ്ധിക്ക് തോന്നുന്ന ചോദ്യം. തിരിച്ച് നമുക്ക് അവനോട് ചോദിക്കാനുള്ളത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലിട്ടില്ലേ? തീക്കുണ്ടാരത്തിലിട്ടു. ആ തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പും രക്ഷയുമായി. തീന്റെ സ്വഭാവം എന്താ? കത്തിക്കുന്ന സ്വഭാവമാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടു, സുഖമായിട്ട് അവിടെ കിടന്നു. മൂസാ നബി അലൈഹിസ്സലാം വടി കൊണ്ട് കടലിനെ അടിച്ചു, കടല് 12 വടികളായിട്ട് മാറി നിന്നു. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമോ? ഇതൊക്കെ നമ്മുടെ ചിന്തത്തിന് അപ്പുറമാണ്. പക്ഷെ ഖുർആനിൽ വരുമ്പോൾ അത് അംഗീകരിക്കുന്നു, ഹദീസിൽ വരുമ്പോൾ അത് മാറ്റി നിർത്തുന്നു. അതെൻ്റെ ബുദ്ധിക്ക് ശരിയാകുന്നില്ല, ബുദ്ധിക്ക് യോജിക്കുന്നില്ല. കാരണം ഇവന്റെ മനസ്സിനാണ് രോഗം. ഹദീസ് മാറ്റി നിർത്തുക, അതാണ് ലക്ഷ്യം. ഹദീസുകൾ മാറ്റി നിർത്തിയാൽ ഇവന്റെ ഇവന്റെ ആശയങ്ങളും ഇവനുണ്ടാക്കിയ ചിന്തകളും മുവഹിദീങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയും. കാരണം ഖുർആന്റെ ആയത്തുകൾ പറയും, ഖുർആന്റെ ആയത്തുകൾ പറഞ്ഞ മുവഹിദീങ്ങൾ അത് അംഗീകരിക്കും. ഹദീസിനെ തള്ളിയാൽ ഇവനിക്ക് ഇഷ്ടമുള്ള ആയത്തിന്റെ അർത്ഥം അവന് പറയാം. അപ്പൊ ഹദീസിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒരിക്കലും അത് ഹക്കല്ല, ബാത്തിലാണ് എന്ന് വളരെ ഗൗരവത്തിൽ സഹോദരന്മാരെ മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ശിർക്കും തൗഹീദാണ്. നമ്മൾ ആദ്യം മുതലേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് വന്ന പ്രവാചകൻ റസൂല് നൂഹ് നബി അലൈഹിസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാം വന്ന സമൂഹം, അവരെ നൂഹ് നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിന്റെ 10ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം റസൂലായിട്ട് വരുന്നത്, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. അവസാനം നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്ത അല്ലാഹുവിനോട്, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ ഈ ഒരു കാഫിരീങ്ങളെ നീ ഭൂമിയിൽ ബാക്കിയാക്കരുത്, എല്ലാവരെയും നശിപ്പിക്കണം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആ. നൂഹ് നബി അലൈഹിസ്സലാം അന്ന് ആ ദുആ ചെയ്ത്, ആ കാഫിർ എന്ന് പറയുന്നത് ആരെയാണ്? ഏത് മതത്തിൽപ്പെട്ട ആളെയാണ്? അന്ന് ക്രിസ്ത്യൻ മതമില്ല, ജൂതൻ മതമില്ല, അന്ന് ഹിന്ദു മതമില്ല, സിഖ് മതമില്ല, വേറൊരു മതവും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇല്ല. മറിച്ച്
ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ 10ാമത്തെ തലമുറയാകുമ്പോഴേക്കും അവരെല്ലാവരും തൗഹീദിലാണ്. സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, കുല്ലുഹും ബിത്തൗഹീദ്. ആദം നബി അലൈഹിസ്സലാം മുതൽ 10ാമത്തെ തലമുറ നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള സമുദായം എല്ലാവരും തൗഹീദിലായിരുന്നു. പിന്നെ അവർക്ക് ഷിർക്ക് സംഭവിച്ചു. ആ മുവഹിദീങ്ങൾക്കാണ്, ആ മുസ്ലിമീങ്ങൾക്കാണ് ഷിർക്ക് സംഭവിച്ചത്. ആരിലൂടെ? ഖുർആൻ സൂറത്ത് നൂഹിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്, സുവാഅ, യഊഖ്, യഗൂസ്, നസ്ർ. ഈ 5 ആൾക്കാരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ ആ രൂപങ്ങൾക്ക് മുമ്പിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ചെയ്തു. ഈ 5 വിഗ്രഹങ്ങളാരാ? അവർ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയ രൂപങ്ങളായിരുന്നില്ല. ഇബ്നു അബ്ബാസിൽ നിന്നും സഹീഹായിട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുൻകാലഘട്ടത്തിൽ ജീവിച്ച സ്വാലിഹീങ്ങളായ മഹത്തുക്കളുടെ രൂപങ്ങളായിരുന്നു. ആ സ്വാലിഹീങ്ങളായ മഹത്തുക്കളുടെ രൂപത്തിലൂടെയാണ് മനുഷ്യകുലത്തിൽ ആദ്യമായിട്ട് ഷിർക്ക് കടന്നു വരുന്നത്. അവരെയാണ് നൂഹ് നബി അലൈഹിസ്സലാം കാഫിർ എന്ന് വിളിച്ചത്. എല്ലാ കാലഘട്ടത്തിലും, കഴിഞ്ഞ ആഴ്ച ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു, ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഒരാളും ഒരു മതത്തിൽ നിന്നും ഇസ്ലാം എന്നൊരു വേറൊരു മതത്തിലേക്ക് ക്ഷണിക്കാനല്ല വന്നത്. എല്ലാ മനുഷ്യരും തൗഹീദിലായിരുന്നു. ആ തൗഹീദിൽ നിന്നും പിഴച്ചു പോയ, അതിൽ നിന്നും തെറ്റിപ്പോയി ഷിർക്കിലേക്ക് പോയ സമൂഹത്തെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അവർ പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലായിട്ട് നിയോഗിച്ചത് ലിയുജദ്ദിദ ദീന അബീഹി ഇബ്രാഹിം, റസൂലിന്റെ പിതാമഹൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീൻ, ആ മില്ലത്ത്, അതിനെ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. ലിയുജദ്ദിദ, പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അർത്ഥം റസൂൽ പുതിയൊരു ദീനായിട്ട് വന്നതല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഹരണപ്പെട്ടു പോയ ആ തൗഹീദ്, ആ മില്ലത്ത്, അതിനെ പുതുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുള്ള തമ്മിലുള്ള വ്യത്യാസം 4500 വർഷമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ച് 4500 വർഷം കഴിഞ്ഞിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെ വന്നു മക്കയിലേക്ക്. അവരെല്ലാവരും തൗഹീദിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ആ തൗഹീദ്, ആ യഥാർത്ഥ ദീൻ, അതിനെ ആദ്യമായിട്ട് മാറ്റത്തിരുത്തുകൾ വരുത്തിയത് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുവരെയുള്ള എല്ലാവരും പൂർണ്ണ തൗഹീദിലായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? ഷാമിൽ പോയിട്ട് ഒരു രൂപം കൊണ്ടുവന്നു. ആ രൂപം ആരുടേതായിരുന്നു? ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ്, ആ രൂപം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അവർ ഷിർക്കിലേക്ക് പോകാൻ കാരണക്കാരായ ആ 5 മഹത്തുക്കളുടെ രൂപങ്ങളായിരുന്നു പിന്നീട് അറബികളിലേക്ക് എത്തിയത്. അവിടെയും വന്നത് സ്വാലിഹീങ്ങളുടെ രൂപമായിരുന്നു. അന്ന് കഅബാലയത്തിലുണ്ടായിരുന്ന രൂപങ്ങൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന സാങ്കല്പിക രൂപങ്ങളായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ച ആ മഹത്തുക്കളുടെയും രൂപങ്ങളായിരുന്നു അന്ന് കഅബയ്ക്ക് ചുറ്റുണ്ടായിരുന്നത്. ലാത്ത, മനാത്ത, ഉസ്സ, അതൊക്കെ ആ സമൂഹത്തിൽ ജീവിച്ച വലിയ വലിയ മഹത്തുക്കളായിരുന്നു. ആണ് സാങ്കല്പിക രൂപങ്ങളായിരുന്നില്ല. അതൊക്കെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. എവിടെ നിന്നാണ് ഈ ഷിർക്ക് കടന്നു വരുന്നത്, ആരിലേക്കാണ് ഷിർക്ക് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും റസൂലായിട്ട് വരുന്നതിൻ്റെ 300-500 വർഷങ്ങൾക്ക് മുമ്പാണ് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്നാൾ വന്നത്. അദ്ദേഹം ജീവിച്ചത്. ഓനാണ് ആദ്യമായിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ദീൻ, യഥാർത്ഥ തൗഹീദിനെ ഷിർക്കിലൂടെ വെള്ളം ചേർത്തത്. അപ്പം റസൂൽ ജനിക്കുന്ന 300 വർഷം അല്ലെങ്കിൽ 500 വർഷം മുമ്പ് വരെ ജനങ്ങൾ തൗഹീദിലായിരുന്നു, പൂർണ്ണ തൗഹീദിലായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യത്തിൽ. പിന്നെ അവരിലേക്കാണ് ഷിർക്ക് കടന്നു വന്നത്. എങ്ങനെ? ഈ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന വ്യക്തി രൂപങ്ങൾ കൊണ്ടുവന്ന് അവരിലേക്കാണ് ഷിർക്ക് കടന്നു വന്നത്. അങ്ങനെ മുവഹിദീങ്ങളായ പിന്നീട് ഷിർക്ക് സംഭവിച്ച ഒരു വിഭാഗത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വരുന്നത്. എന്നിട്ടാണ് അവരെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. അതാണ്
ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ലിയുജദ്ദിദ ദീന അബീഹി ഇബ്രാഹിം എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീനിനെ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലങ്ങളിൽ ആ ദീൻ ഇങ്ങനെ വന്നു. പിന്നെ ആ സമൂഹത്തിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് ജാറത്തിലൂടെയാണ്. ആരാ കൊണ്ടുവന്നത്? ഷിയാക്കളിലെ ഫാത്തിമിയാക്കള്, ബാത്തിനിയാക്കള്, ഗുലാത്തുകള്, ഉബൈദിയാക്കള്, ഇവരാണ് പിന്നെ ജാറ സംസ്കാരം മഹത്തുക്കളുടെ ഖബർ എന്ന രൂപത്തിൽ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് പിന്നെ ശിർക്ക് സംഭവിക്കുന്നത്. ഇതാണ് ചരിത്രം. ഇസ്ലാമിൻ്റെയും ശിർക്കിൻ്റെയും ചരിത്രം യാഥാർത്ഥ്യത്തോടുകൂടി വ്യക്തമായും സത്യമായിട്ടും മനസ്സിലാക്കിയാൽ എന്താണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് വളരെ വ്യക്തവും. അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്ന ശിർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയുടെ പരിസരത്ത് നടന്ന ശിർക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നിവിടെ നടക്കുന്ന ശിർക്കും എല്ലാം ഒരേ രൂപങ്ങളാണ്, ഒരേ രീതിയിലാണ് ശിർക്ക് നടക്കുന്നത്. അന്ന് നൂഹ് നബി അലൈഹിസ്സലാം സമുദായത്തെ അള്ളാഹു മുശ്രിക് എന്ന് പറഞ്ഞു, കാഫിർ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന മക്കത്തെ മുശ്രിക്കുകളെയും അള്ളാഹു ഖുർആനിൽ മുശ്രിക് എന്ന് പരിചയപ്പെടുത്തി. അതേ കോലത്തിലാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചരിത്രം ശരിക്ക് പഠിക്കണം, എന്നാലും നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും, ദീനിന്റെ ഉൾക്കാമ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ദീൻ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം പ്രത്യേകം ഉണർത്താനുള്ളത്, നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ചില ആൾക്കാർ സംശയം എന്ന രീതിയിൽ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഖുത്ബയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയത്. ഒരാളെ കാഫിറാക്കുന്ന വിധി, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കാഫിറാക്കുന്ന, മുശ്രിക് എന്ന് വിളിക്കുന്ന രൂപം, രണ്ട് രീതിയിലാണ് കുഫർ പറയുക. ഒന്ന്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, അള്ളാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യുന്നവർ, അവൻ മുശ്രിക്കാണ്. അതിന് തക്ഫീർ മുത്ലഖ് എന്ന് പറയുക. അത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. രണ്ടാമത്തെ രീതി, ഇന്ന വ്യക്തി മുശ്രിക്കാണ്, ഇന്ന വ്യക്തി കാഫിറാണ്, അത് അഹ്ലുസുന്ന അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയെ തഈൻ ചെയ്ത് ഇന്ന വ്യക്തി കാഫിറാണ്, മുശ്രിക്കാണെന്ന് പറയണമെങ്കിൽ അതിന് യോജിച്ച ആൾക്കാരുണ്ട്, അവരാണ് പറയേണ്ടത്. അല്ലാണ്ട് നമ്മളല്ല അത് ഇതാക്കേണ്ടത്. ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ ഇസ്ലാമിന്റെ ഗവർണർ അത് അംഗീകരിക്കും. അബൂബക്കർ സിദ്ദീഖിന്റെ കാലം മുസൈലിമത്തുൽ കദ്ദാബ് വന്നു. ആരാണ് മുസൈലിമത്തുൽ കദ്ദാബ്? ഒരു പുതിയ പ്രവാചകനാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ആകാശത്ത് പൊട്ട് ഇറങ്ങിയതല്ല. ഹിജ്റ 9-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് മുസ്ലിമായ വ്യക്തിയാണ് മുസൈലിമത്തുൽ കദ്ദാബ്. മുസ്ലിമാണ്. ഹിജ്റ 9-ാം വർഷമാണ് മുസ്ലിമായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11-ന് വഫാത്തായി. ഹിജ്റ 11-ന്റെ അവസാനം, അല്ലെങ്കിൽ ഹിജ്റ 12-ന്റെ ആരംഭത്തിലാണ് യമാമ യുദ്ധം നടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് മുസ്ലിങ്ങളുമായിട്ട് മുസൈലിമയുടെ സൈന്യമായിട്ട് ഏറ്റുമുട്ടുന്നത് യമാമയിൽ വെച്ചിട്ട്. അവിടെയാണ് മുസൈലിമ കൊല്ലപ്പെടുന്നത്. അതേ അബൂബക്കർ സിദ്ദീഖ് യുദ്ധം ചെയ്ത ആരോടാണ്? നുബുവത്ത് വാദിച്ച ഒരു മുസ്ലിമിനോടായിരുന്നു. നുബുവത്ത് വാദിക്കലൂടെ അവൻ കാഫിറായി. മുസൈലിമ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ നിഷേധിച്ചിട്ടില്ല, മറിച്ച് റസൂലിന് ശേഷം ഞാനും പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അഥവാ ഖാത്തമുൻ നബിയ്യീൻ. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ആ ആയത്തിനെ നിഷേധിച്ചതിന്റെ പേരിലാണ് മുസൈലിമ കാഫിറാക്കിയതും അബൂബക്കർ സിദ്ദീഖ് അവൻക്കെതിരെ യുദ്ധം ചെയ്തത്. കാരണം അതിന് അധികാരം അബൂബക്കർ സിദ്ദീഖിനുണ്ട്. കാരണം ഇസ്ലാമിക ഗവൺമെന്റാണ്, അതിന്റെ രാജാവാണ്, ഖലീഫയാണ്. ഒരു വിഭാഗം ആൾക്കാർ സകാത്തിനെ നിഷേധിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകലോടുകൂടി ഇനി സകാത്ത് എന്ന സമ്പ്രദായം ഇല്ല എന്നൊരു വിഭാഗം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തിയില്ല.
ഒരിക്കലും താങ്കൾ അവരോട് യുദ്ധം ചെയ്യരുത്. കാരണം അവർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂൽ എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞവരാണ്. അവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തു. ഒരാൾ സകാത്ത് നിഷേധിച്ച ഒരാള്, നിസ്കാരത്തെയും സകാത്തിനെയും വേർതിരിച്ച ഒരാളെന്ന് കാണുന്ന ഒരാള് ഓനെ മുഅ്മിനായിട്ട് ഞാൻ കാണൂല. ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു. മുർത്തദീങ്ങളോട് യുദ്ധം ഉണ്ടായി. കുറെ ആൾക്കാർ തിരിച്ചു വന്നു, കുറെ ആൾക്കാർ കൊല്ലപ്പെട്ടു. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മുസ്ലിം സമൂഹത്തെയാണ് കാഫിറാക്കിയത്. കാരണം ആ രീതിയിലുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടായി. അതിനുശേഷം കഴിഞ്ഞു പോയ സലഫി പണ്ഡിതന്മാരൊക്കെ അങ്ങനെ മുത്തലഖൻ ഒരു വിഭാഗത്തെ കാഫിറാക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ജഹ്മിയാക്കൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സുഫിയാൻ തൗരി, അഹ്മദ് ബിൻ ഹംബൽ, ഇവരൊക്കെ ജഹ്മിയാക്കൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജഹ്മിയാക്കൾ എന്തായിരുന്നു? ശിർക്ക് സംഭവിച്ചിട്ടില്ല. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ നിഷേധിച്ചിട്ടില്ല, റസൂലിന്റെ റിസാലത്തിനെ നിഷേധിച്ചിട്ടില്ല. മറിച്ച് അവർ ചെയ്തത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിച്ചു, അതിനെ വ്യാഖ്യാനിച്ചു. അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിച്ചു, അതിനെ വ്യാഖ്യാനിച്ചു. അത് കാരണം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞ അവർ കാഫിറാണ്. അതുപോലെ തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ. നമുക്കിന്നൊന്നും തിരിയില്ല. അതിന്റെ അർത്ഥവും അതിന്റെ മസലയും പഠിക്കുമ്പോഴേ അതിന്റെ ഗൗരവം നമുക്ക് തിരിയും. ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണെന്ന് പറഞ്ഞതോടുകൂടി എന്ത് ചെയ്തു? അഹ്മദ് ബിൻ ഹംബൽ അവരെ കാഫിറാക്കി. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിൽ വേറൊരു വിഭാഗം ഉണ്ടായി. ഖുർആൻ മഖ്ലൂഖാണോ അല്ലെന്നുള്ള വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മൂന്നാമത്തെ ഒരു വിഭാഗം പറഞ്ഞു, നമ്മളത് ചർച്ച ചെയ്യുന്നില്ല. ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്നോ ചർച്ച ചെയ്യുന്നില്ല, ഖുർആൻ അള്ളാഹിന്റെ മഖ്ലൂഖാണെന്നോ ചർച്ച ചെയ്യുന്നില്ല, നമ്മളൊന്നും മിണ്ടുന്നില്ല, നമുക്കത് അറിയില്ല. അതാണ് വാഖിഫിയാക്കൾ എന്ന് പറയാ, തവഖുഫ്. നമുക്കൊന്നും അറിയില്ല, നമ്മൾ മാറ്റിവെച്ച ചർച്ച ചെയ്യുന്നില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു അവരും കാഫിറാണ്. കാരണം എന്താണോ ഹക്ക്, ആ ഹക്ക് അംഗീകരിക്കണം. അത് എനിക്ക് അറിയില്ലാന്നിട്ട് മാറിക്കാന്ന് പാടില്ല, ഹക്ക് അംഗീകരിച്ചേ പറ്റൂ. അത്രയും ഗൗരവത്തിൽ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? കാഫിറാക്കിയിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്താൽ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കൽ പോയിട്ട് അവരെ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് മൻഫഅത്ത് കിട്ടും, ഉപകാരം ലഭിക്കും. അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്ന് ഉപദ്രവം തടയാൻ കഴിയും, നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കും, നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുമെന്ന ഒരാൾ വിശ്വസിച്ച് അവരോട് ദുആ ചെയ്താൽ, അല്ലെങ്കിൽ അവരിലേക്ക് തവക്കുലാക്കിയാൽ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു ഇജ്മാഉൽ മുസ്ലിമിൻ അവർ കാഫിറാണ്. മുഅ്മിനീങ്ങളുടെ ഇജ്മാ ഉണ്ട്, അവർ കാഫിറാണ്. അപ്പൊ ആ രീതി നമുക്ക് എന്ത് ചെയ്യാം? കാഫിറോ മുശ്രിക്ക് എന്ന് പറയാം ഒരു സമൂഹത്തെ. ഇന്ന കാര്യം ചെയ്ത ആൾക്കാർ കാഫിറാണ്, ഇന്ന കാര്യം ചെയ്ത ആൾക്കാർ മുശ്രിക്കാണ്, അള്ളാഹു അല്ലാത്തൊരു ദുആ ചെയ്താൽ മുശ്രിക്കാണ്, അള്ളാഹു അല്ലാത്തൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മുശ്രിക്കാണ് എന്ന് പറയാം. പക്ഷെ തഈൻ ചെയ്തിട്ടുള്ള തക്ഫീർ, ഇന്ന വ്യക്തി മുശ്രിക്കാണ്, ഇന്ന വ്യക്തി കാഫിറാണ് എന്ന് പറയാൻ അഹ്ലുസ് സുന്ന നമുക്ക് അധികാരം നൽകുന്നില്ല. അതിന് അധികാരപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്തോളും? അത് ചെയ്തോളും. അതിന് കുറെ ഷർത്തുകളും നിബന്ധനകളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ച് 3 ദിവസം അവന് സമയം കൊടുത്ത് തൗബ ചെയ്ത് മടങ്ങാൻ സമയം കൊടുത്ത് എന്നിട്ടും മടങ്ങുന്നില്ലെങ്കിലാണ് ഇസ്ലാമിക കോടതി ഓൻ കാഫിറാണ്, അല്ലെങ്കിൽ മുർത്തദ്ദാണ്, അല്ലെങ്കിൽ മുശ്രിക്കാണെന്ന് വിധി പ്രഖ്യാപിക്കുക. അത് ആ രീതിയിലേ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആ 2 വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയണം. ഇൽമ്, അള്ളാഹുവിന്റെ ദീനുള്ള ഇൽമ് വർദ്ധിപ്പിക്കണം. ഇൽമുണ്ടെങ്കിൽ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വികാരപ്പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാകാൻ പാടില്ല. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരാകണം. എന്നാലേ ഹക്ക് എന്തെന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم أعز المسلمين والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم حاسبنا حسابا يسيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم اغفر لنا ولوالدينا يا غافر المذنبين وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين.